റമളാൻ മാസത്തിൽ ശൈത്താനെ കെട്ടിടും. ശൈത്താനെ കെട്ടിടുന്നതിൽ ആർക്കെ ലാഭം ഉണ്ടാവുള്ളൂ? ശൈത്താൻ വരുന്നവന് ഓൻ്റെ തലയിലേക്ക് ശൈത്താൻ വരുന്നുണ്ടെങ്കിൽ അപ്പോഴേ പ്രശ്നമുള്ളൂ. നമ്മളടുത്ത് കാര്യം വരുന്നില്ല. കാര്യം മനുഷ്യന്മാരെ, നമ്മളടുത്തേക്ക് ശൈത്താൻ വരുന്നില്ല ചങ്ങായിമാരെ. എന്തുകൊണ്ട്? ശൈത്താനാണ് ആവശ്യമുള്ള പണിയെടുക്കുള്ളൂ. നമ്മളെപ്പോലെയല്ല. നമ്മളടുത്തേക്ക് വരേണ്ട കാര്യമല്ല എന്ന് ആർക്കറിയും? ശൈത്താനെ. കാരണം ശൈത്താനേക്കാൾ 70 വട്ടം അപകടകാരിയായ നഫ്സാണ് അവൻ്റെ. അപ്പോൾ അവിടേക്ക് വെറുതെ ആര് പോകൂല. എല്ലാം തികഞ്ഞ ഒരു 18 അടവും 12 തിരിയലും അറിയുന്ന ഒരുത്തരം കുരുക്കൾ പിന്നെ പറഞ്ഞു കൊടുക്കും. എന്താണ് പ്രശ്നം? 18 അടവും 12 തിരിയലും അറിയുന്ന ഒരാളടുത്തേക്ക് കുരുക്കൾ നേരം കളിയിലല്ലോ. കുരുക്കൾ ഇപ്പോൾ പുതിയതായി ആരെങ്കിലും കളിയിൽ വരികയാണെങ്കിൽ ഓനല്ലേ പരിശീലിപ്പിക്കുള്ളൂ. പിശാചിനിപ്പോൾ നമ്മളെ പരിശീലിപ്പിക്കേണ്ട നമ്മളടുത്തേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. നമ്മൾ ഹവയിൽ മഹ്ബൂസാണ്. നമ്മളടുത്തേക്ക് ശൈത്താൻ വരില്ല. ശൈത്താൻ മൊയ്തീൻ ശേഖർ ഇഫായ് ശേഖർ ഓരോരുത്തർക്ക് പോകുള്ളൂ. നമ്മളടുത്തേക്ക് ശൈത്താൻ തിരിഞ്ഞു നോക്കാനല്ല. എന്തുകൊണ്ട് നോക്കണ്ടേ? ആവശ്യമില്ല. ആരെങ്കിലും മൂമിനെ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്ക് പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം റമളാൻ വന്നിട്ട് ലാഭമൊന്നുമില്ല. എന്താ റമളാൻ ലാഭം? എന്താ പഠിച്ചോനെ? റമളാനിലെ ലാഭം എന്താ? ശൈത്താനെ കെട്ടിടും. ശൈത്താനെ കെട്ടിടുന്നവർക്ക് ലാഭമായിരിക്കാണ്. ശൈത്താനെ കൊണ്ട് നാശമാണോൽക്കാണ്. നമ്മൾ ശൈത്താനെ കൊണ്ടല്ല നാശമാണ്, നമ്മളെ കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ശൈത്താനെ കെട്ടിട്ട് നമുക്കെന്താ കാര്യം? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കാതിരുന്നാൽ അപകടം വരും. അപ്പൊ ഇങ്ങനത്തെ ചാപ്റ്റർ കേൾക്കാൻ പോലും ഇഷ്ടമില്ലാത്തവരുണ്ടാവും. കാരണം എന്തുകൊണ്ട്? അവർ സ്വയം വിചാരിക്കുന്നത് അവരാരാണെന്ന്. നല്ലോ നമ്മളൊക്കെ തന്നെ എല്ലാവരും നമ്മൾ വിചാരിക്കുക നമ്മൾ നല്ലവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ നമ്മളെ പേടിപ്പിക്കുന്നത് ആരാണ്? പിശാച്. ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇഷ്ടം പോലെ തെളിവുകൾ അതിന് പറഞ്ഞു. ഇതേ വൃത്തിയട്ട ഈ നഫ്സിനെ അല്ലാഹു ബഹുമാനിച്ച് വിളിക്കുന്നത് അവസാനത്തെ 30-ാം ജുസിലുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തുൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ശാന്തമായ ആത്മാവേ പോര്. യാ അയ്യുഹൻ നബിയ്യു. മനസ്സിലായില്ല? അതേ പ്രയോഗ യാ അയ്യുഹൻ നബിയ്യു എന്ന് വിളിക്കുമ്പോഴാണ് യാ അയ്യത്തുഹൻ നഫ്സു. ഈ നഫ്സാര അഖ്ബസ, വൃത്തിയട്ടോന. എന്നിട്ട് റബ്ബ് വിളിച്ചു. എന്തുകൊണ്ട്? ഈ റബ്ബൻ ഈ നഫ്സ് എന്തിലായി? ശുദ്ധിയായി. അതിനു വേണ്ടി പണിയെടുത്തു. നിസ്കാരം അതിനു വേണ്ടിയാണ്.